എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ചെറുപയർ വെച്ചുണ്ടാക്കുന്ന ഒരു ലഡുവാണ്. ഹൈ പ്രോട്ടീൻസ്, മിനറൽസ്, ഫൈബർ അങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഈ ചെറുപയർ ലഡു എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ. ലഡുവിന് വേണ്ടിയിട്ട് 250 ഗ്രാം ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഇത് ഉരുക്കിയെടുക്കണം. ഇതിലേക്കായിട്ട് ഒരു പാൻ ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര പാനിയിലേക്ക് ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നാലേ ഇത് പെട്ടെന്ന് ഉരുകി വരുള്ളൂ. ഇത് നല്ല ഓർഗാനിക് ശർക്കരയാണ്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിച്ചെടുത്താലും ഇതിൽ കരടുകൾ കാണില്ല. ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി പതഞ്ഞു വരുമ്പോഴത്തേക്കും 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ 80% പോകുന്ന വിധത്തിലായിരിക്കണം ഇത് ചൂടാക്കേണ്ടത്. തണുത്ത് വരുമ്പോഴത്തേക്കും അതിലുള്ള ജലമൊക്കെ പോയി നല്ല കട്ടിക്ക് തന്നെ ശർക്കര പാനി കിട്ടുന്നതാണ്. ഇനി ലഡുവിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നുറുക്കിയ ബദാമും കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. തീരെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല പാകത്തിന് തന്നെ ബദാമും കാഷ്യൂ നട്ട്സും ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 250 ഗ്രാമോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി എടുത്തതാണ്. വെള്ളത്തിലിട്ട് കഴുകി പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റി തോരാൻ വെച്ചിട്ട് ഒരു ടവലിൽ തുടച്ചെടുത്ത് ഉണക്കിയതാണ്. ഇതിനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കളറും ചേഞ്ച് ആകരുത്. പലരും ചെറുപയർ വറക്കുമ്പോഴത്തേക്കും നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് മാറ്റി വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ വറുത്തെടുത്താൽ ലഡു ഉണ്ടാക്കുമ്പോൾ പച്ച കളർ കിട്ടുകയില്ല, ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് മാറും. 5 മിനിറ്റ് വറക്കുമ്പോഴത്തേക്കും മൂത്ത മണം വരും. അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തെടുത്ത ചെറുപയർ തണുക്കുമ്പോഴത്തേക്കും ഇത് പൊടിച്ചെടുക്കണം. ഇതിലേക്കായിട്ട് ചെറിയൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. പകുതി ഭാഗം ജാറിലേക്ക് മാറ്റി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട. ഒരുവിധം ചെറിയ തരികളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ സാരമില്ല. എന്നാലും നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലഡു ഉണ്ടാക്കി തുടങ്ങാം. ഇതിലേക്കായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. 2 ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പൊടിച്ചു വെച്ച ചെറുപയറിൻ്റെ പൊടി ഇതിലേക്ക് തട്ടി കൊടുക്കണം. ചെറുപയറിൻ്റെ പൊടി ഈ നെയ്യുമായിട്ട് മിക്സായി നന്നായിട്ട് മൂത്ത് പാകമാകുന്ന ഒരു മണം വരും. അതുവരെ വറുക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇവിടെ ചെറുപയർ പൊടി നല്ല പാകമായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പാകത്തിനെടുത്തുകൊണ്ട് എത്ര എടുത്തോ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കട്ടിക്ക് തന്നെ വെള്ളമൊക്കെ വറ്റി ശർക്കര പാനി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ ശർക്കര പാനി തയ്യാറാക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 10 ദിവസത്തിൽ കൂടുതൽ വെളിയിലിരുന്നാലും ലഡു ചീത്തയാകില്ല. ശർക്കര പാനി നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്രഷ് ചെയ്ത ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേരുവകളെല്ലാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ ലഡു മിക്സിൽ തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. നേരത്തെ നെയ്യിൽ ചെറുപയർ പൊടി മൂപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. കൂട്ട് റെഡിയായി. ഇനി ലഡു ഉണ്ടാക്കി തുടങ്ങാം. ചെറുതായിട്ട് ഉരുള പിടിക്കാൻ പാകത്തിനൊന്ന് തണുക്കണം. തീരെ തണുക്കാൻ പാടില്ല. കയ്യിലെടുക്കുമ്പോൾ ഉരുള പിടിക്കാൻ പാകത്തിനുള്ള ചെറിയ ചൂട് വേണം. എന്നാലേ അത് സ്മൂത്തായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കുന്ന വലിപ്പത്തിലായിരിക്കണം ഉരുള ഉരുട്ടിയെടുക്കേണ്ടത്. സൈസ് അതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കണ്ടവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ ലഡു കിട്ടിയിട്ടുണ്ട്. കളറും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം.
ഈ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഡാർക്ക് കളറിലുള്ള ശർക്കര ഉപയോഗിക്കരുത്. ലൈറ്റ് കളറുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലഡുവിന് കുറച്ച് ഗ്രീൻ കളർ കിട്ടും. അങ്ങനെ എല്ലാ ലഡുവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഹൈ പ്രോട്ടീൻ ഹെൽത്തി ലഡു? ഇഷ്ടപ്പെട്ടവർ തയ്യാറാക്കി നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.